ഓഹരി വിപണിയിൽ ഇന്നും തിരിച്ചടി. സെൻസെക്സ് 509 പോയിന്റും നിഫ്റ്റി 150 പോയിന്റുമാണ് ഇന്ന് ഇടിഞ്ഞത്. ഇന്ത്യൻ ഓഹരി വിപണി അത്ര ഒരു മികച്ച സമയത്തിലൂടെയല്ല കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാൽ 2024 ദീപാവലിക്ക് ശേഷം കാര്യമായിട്ടുള്ള ഒരു നേട്ടം നിങ്ങളുടെ പലരുടെയും ഓഹരി നിക്ഷേപങ്ങളിൽ, ഓഹരി അധിഷ്ഠിതമായിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ സ്റ്റോക്ക് നിക്ഷേപങ്ങളിൽ ഉണ്ടായി കാണാൻ വഴിയില്ല. സ്റ്റോക്ക് മാർക്കറ്റ് താഴ്ന്നുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ കാര്യമായിട്ട് ഉയരാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ പലപ്പോഴും ആളുകൾ കണ്ടിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഈ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് അങ്ങ് ക്ലോസ് ചെയ്താലോ സ്റ്റോപ്പ് ചെയ്താലോ എന്ന് ആലോചിക്കുകയാണ്. നിങ്ങളും അത്തരത്തിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ആ തീരുമാനം എടുക്കുക എന്ന് ഞാൻ പറയാം. നിങ്ങൾ എപ്പോൾ SIP സ്റ്റോപ്പ് ചെയ്യണം, എപ്പോൾ ചെയ്യരുത്, നിങ്ങൾ SIP സ്റ്റോപ്പ് ചെയ്താലും അവിടെ പണം എന്തുകൊണ്ട് ഹോൾഡ് ചെയ്യണം, അവിടെ നിന്ന് പണം എന്തുകൊണ്ട് അല്ലെങ്കിൽ എപ്പോൾ നിങ്ങൾ പിൻവലിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ നന്നായിട്ട് മനസ്സിലാവാനുള്ള സാധ്യതയുണ്ട്. ഞാൻ സുബീഷാണ്. റുപ്പിമംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പിമംഗ് എന്ന് പറഞ്ഞ വാട്സ്ആപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. എന്റെ സുഹൃത്തായിട്ടുള്ള രാജ്മോഹൻ ഈ അടുത്ത് എന്നെ വീണ്ടും കോൺടാക്ട് ചെയ്യുന്നതായി. ഏകദേശം 6 വർഷം മുമ്പ് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 നമ്മളെ കോൺടാക്ട് ചെയ്യും. അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പോർട്ട്ഫോളിയോയിലുള്ള 3 ഫണ്ടുകൾ, ഒരു ലാർജ് ക്യാപ് ഫണ്ട്, ഒരു ഫ്ലെക്സി ക്യാപ് ഫണ്ട്, ഒരു ലാർജ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ട് ആണ് അദ്ദേഹം കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. ആ SIP വളരെ തെറ്റില്ലാത്ത രീതിയിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പക്ഷേ 2024 ഒക്ടോബറിന് ശേഷം അദ്ദേഹം സ്റ്റോക്ക് മാർക്കറ്റിനെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയപ്പോൾ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും അതിൽ കാണുന്നതായിട്ട് കണ്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ വീണ്ടും കോൺടാക്ട് ചെയ്തിട്ട് എന്നാലൊരു കാര്യം ചെയ്യാം, സ്റ്റോക്ക് മാർക്കറ്റിലുള്ള അല്ലെങ്കിൽ ഈ മ്യൂച്വൽ ഫണ്ടുകളിലുള്ള SIP ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം, എന്നിട്ട് ഒന്ന് പൈസ അവിടെ ഹോൾഡ് ചെയ്തതിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാമെന്നുള്ള ഒരു ചോദ്യം, അത് ഓക്കെ ആണോ എന്നുള്ളൊരു ചോദ്യമാണ് എന്നോട് ചോദിച്ചത്. SIP നിർത്തുന്നത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ നിങ്ങളിങ്ങനെ ചിന്തിക്കുക, ഒരു പാത്രമുണ്ട്, ഒരു വലിയൊരു പാത്രമുണ്ട്. ആ പാത്രത്തിലേക്ക് ചെറിയ പാത്രം കൊണ്ട് നമ്മൾ ഇങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ ചെറിയ പാത്രത്തിൽ ഒഴിക്കുന്നത് SIP ആയിട്ടും നമ്മൾ ഈ വലിയ പാത്രത്തിനെ നമ്മുടെ ടോട്ടൽ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റുമായിട്ടും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ചെറിയ പാത്രത്തിൽ നിന്നുള്ള ഈ വെള്ളം മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ പോലെ കൂടി വരികയാണ് ചെയ്യുന്നത്. ഈ SIP നിർത്തിയാലും ഇതിലുള്ള വെള്ളം അല്ലെങ്കിൽ ഇതിലുള്ള യൂണിറ്റുകൾ അതുപോലെ തന്നെ ഇരിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അത് മാത്രമല്ല, സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാവുന്ന ചാഞ്ചാട്ടങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ പൈസ കൂടുന്നതും കുറയുന്നതിനും അനുസരിച്ച് ഈ വെള്ളത്തിന്റെ അല്ലെങ്കിൽ ഈ യൂണിറ്റുകളുടെ വില കൂടുകയും കുറയുകയും ചെയ്യും. അതിനുള്ള മൂല്യം അവിടെ കൂടുകയും കുറയുകയും ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് താഴുന്ന സമയത്ത് നമ്മൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഉള്ള SIP രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് നിർത്തിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, നമ്മൾ ഇവിടെ നിന്ന് ഒഴിക്കുന്ന ഈ വെള്ളത്തിന്റെ അളവ്, ഈ ചെറിയ പാത്രത്തിന്റെ അളവ് സ്റ്റോക്ക് മാർക്കറ്റ് താഴുന്ന സമയത്ത് കൂടുതലായിരിക്കും എന്നുള്ളതാണ്. അതായത് സ്റ്റോക്ക് മാർക്കറ്റ് താഴ്ന്നിരിക്കുന്ന സമയത്ത് എന്റെ യൂണിറ്റ് വില കുറയും. അതായത് എനിക്ക് ഇവിടെ കൂടുതൽ വെള്ളം ഇതിലേക്ക് ഒഴിക്കാനായിട്ട് പറ്റും. സ്റ്റോക്ക് മാർക്കറ്റ് ഉയർന്നിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്റെ പാത്രം കൊണ്ട് കുറച്ച് വെള്ളം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അത് മാത്രമേ എനിക്ക് ഇതിനുള്ളിലേക്ക് ഒഴിക്കാനായിട്ട് പറ്റും. ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 125 രൂപ യൂണിറ്റ് വിലയുള്ള ഒരു മ്യൂച്വൽ ഫണ്ട് ഈ രാജ്മോഹൻ ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ 5000 രൂപ SIP ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുക 40 യൂണിറ്റുകളാണ്. 40 യൂണിറ്റ് ഇൻറ്റു 125 രൂപ സമം 5000 രൂപ. അതേസമയം തന്നെ ഈ മ്യൂച്വൽ ഫണ്ടിന്റെ വില 100 കുറഞ്ഞു എന്ന് കരുതുക, 125 100 കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ എത്ര കിട്ടും? 5000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് 100 യൂണിറ്റ് വിലയുള്ള 50 മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ കിട്ടും അല്ലെ. 50 ഇൻറ്റു 100 ആണ് 5000. മാർക്കറ്റ് താഴേക്ക് പോകുന്നതോറും കിട്ടുന്ന യൂണിറ്റുകൾ, നമ്മൾ ഈ ഇവിടെ നിന്ന് എടുക്കുന്ന ചെറിയ പാത്രത്തിന്റെ അളവ് വലുതായി വരികയാണ് ചെയ്യുക. അപ്പൊ നമ്മൾ ഈ ചെറിയ പാത്രത്തിന്റെ അളവ് വലുതായി ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഇത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ ഒഴിക്കുന്നത് വലിയ അളവിൽ ഒഴിക്കാനായിട്ട് പറ്റാതെ വരും എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടുന്ന യൂണിറ്റുകൾ, ടോട്ടൽ യൂണിറ്റുകൾ കിട്ടുന്നത് താരതമ്യേന കുറഞ്ഞു വരും എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് നമ്മൾക്ക് മറ്റ് സാമ്പത്തിക ബാധ്യതകളോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പരമാവധി ആരും SIPകൾ സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക എന്നുള്ളത്. നിങ്ങൾക്ക് ഇതുപോലെ പേഴ്സണൽ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സപ്പോർട്ടുകൾ വേണം, നിങ്ങളുടെ ഗോൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാനിങ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ആയിട്ട് 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ SIP എന്തുകൊണ്ട് നിർത്തരുത് എന്ന് ഞാൻ രാജുമോന് പറഞ്ഞു കൊടുത്ത കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ എല്ലായ്പ്പോഴും നമ്മൾ SIP നിർത്താതിരിക്കുന്നത് കൊണ്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചില സമയത്ത് നമ്മൾ SIPകൾ നിർത്തുന്നു. അത് എപ്പോഴാണെന്ന് ഞാൻ പറഞ്ഞുതരാം.
നമ്മൾക്ക് ആകെ കിട്ടുന്നത് നമ്മളുടെ ശമ്പളത്തിൽ നിന്നുള്ള വരുമാനം 1,00,000 രൂപയാണെന്ന് കരുതുക. നമ്മളുടെ വീട്ടിലേക്കുള്ള ആവശ്യങ്ങൾ, ലോൺ തിരിച്ചടവൊക്കെ കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ ഒരു 10,000 രൂപ എനിക്ക് ഒരു SIP രീതിയിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ എനിക്ക് ഞാൻ അറിയാതെ ഒരു കാര്യം അല്ലെങ്കിൽ മറ്റൊരു കാര്യം ഈ 10,000 രൂപ കൊണ്ട് ചെയ്യേണ്ട ഒരു അത്യാവശ്യം വന്നു എന്ന് കരുതുക. അപ്പോൾ ആ 10,000 രൂപ ഈ SIP ക്യാൻസൽ ചെയ്തിട്ട് ആ 10,000 രൂപ അത്രയും അത്യാവശ്യമാണെങ്കിൽ ആ കാര്യം ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കാം. അല്ലാതെ ആ കാര്യം ചെയ്യുന്നതിനായിട്ട് മറ്റൊരു ലോൺ എടുക്കാൻ പോവുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കടം മേടിക്കാൻ പോവുക എന്നുള്ളതിനൊക്കെ നല്ലത് നമ്മളുടെ ഇവിടെ ഈ സർപ്ലസ് ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ എമൗണ്ട് ആ കാര്യത്തിനായിട്ട് ഉപയോഗിക്കാം. അങ്ങനെയുള്ള കാര്യത്തിനായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. പല വിദഗ്ധരും പറഞ്ഞു കേട്ടിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് ഭയങ്കരമായിട്ട് ഉയർന്നു നിൽക്കുന്ന സമയത്ത് SIP ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്നത് നന്നായിരിക്കും. ആ മാർക്കറ്റ് ഉയർന്നു കഴിഞ്ഞിട്ട് താഴേക്ക് വരുമ്പോൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാം എന്നൊക്കെയാണ് ചില വിദഗ്ധർ പറയുന്നത്. പക്ഷേ പേഴ്സണലി ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്തിട്ടില്ല, ഒരിക്കലും ചെയ്യാൻ സജസ്റ്റും ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് അറിയില്ല ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്നാണ് ഏറ്റവും ഉയരത്തിൽ എത്തുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ അത് വീണ്ടും മേളിലേക്ക് പോകുമോ താഴേക്കാണോ വരാൻ പോകുന്നത് എന്നുള്ളത് ഒരാൾക്കും പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അങ്ങനെ പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പിൽ വെച്ചിട്ട് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റോപ്പ് ചെയ്ത് താഴേക്ക് വരുമ്പോൾ വീണ്ടും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് ഒരു ലാഭം കിട്ടിയേക്കാം. പക്ഷെ അത് ഈ അത്രയും വൈദഗ്ധ്യം ഇല്ലാത്ത ആളുകൾ അതിന് പോവാതിരിക്കുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് SIP സ്റ്റോപ്പ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മളൊരു ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും ഈ മ്യൂച്വൽ ഫണ്ടുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. ആ ആവശ്യം ആ ആവശ്യം പൂർത്തീകരിച്ചു എന്നുണ്ടെങ്കിൽ നമുക്ക് SIP സ്റ്റോപ്പ് ചെയ്യാം. എപ്പോഴും നമ്മളുടെ SIP സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ആക്ടിവിറ്റിയിലായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ 3 സിറ്റുവേഷനിലായാലും അത് കൃത്യമായിട്ട് തീരുമാനിച്ചുറപ്പിച്ചിട്ട് ആയിരിക്കും നമ്മൾ ചെയ്യുക. അല്ലാതെ മാർക്കറ്റ് കയറി ഉടനെ സ്റ്റോപ്പ് ചെയ്തു, അല്ലെങ്കിൽ മാർക്കറ്റ് താഴ്ന്നു ഉടനെ സ്റ്റോപ്പ് ചെയ്തു, അല്ലെങ്കിൽ മാർക്കറ്റ് മൂവ് ചെയ്യുന്നില്ല ഉടനെ സ്റ്റോപ്പ് ചെയ്തു എന്നുള്ള രീതിയിൽ ഒരു പാനിക് ആയിട്ടുള്ള ഒരു ആക്ഷനും നിങ്ങളെ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ലാസ്റ്റ് ഒരു 23 വർഷത്തെ ഒരു ഇൻവെസ്റ്റ്മെന്റ് പരിചയത്തിൽ നിന്ന് പറഞ്ഞു തരാനായിട്ടുള്ളത്. ഈ മാർക്കറ്റ് എപ്പോഴും ഒരു സൈക്ലിക്കൽ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. കുറച്ച് ഉയരും, കുറച്ച് താഴും, പിന്നെ കുറച്ച് നന്നായിട്ട് ഉയരും, കുറച്ച് നന്നായിട്ട് താഴും. അങ്ങനെ ഒരു സൈക്ലിക്കൽ രീതിയിൽ പോയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഈ മാർക്കറ്റുകൾ എപ്പോഴും ഫോളോ ചെയ്യുന്നത് എന്നുള്ളത് തന്നെ ഈ താഴ്ന്നു വന്ന മാർക്കറ്റ് മേലിലേക്ക് പോകാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ നമ്മൾ താഴെ നിന്ന് വാങ്ങിയ യൂണിറ്റുകൾക്ക് കൂടുതൽ വില തീർച്ചയായിട്ടും കിട്ടും. അതുപോലെ നമ്മൾ ഒരു ആവറേജ് വിലയിൽ വാങ്ങിയിട്ടുള്ളതിനേക്കാൾ മുന്നിലേക്ക് പോകുമ്പോൾ നമ്മൾ ലാഭത്തിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഈ ഇടയ്ക്ക് വെച്ച് നിർത്തിയുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 10,000 രൂപ എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് നിർത്തി, കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ആ സമയത്ത് ഈ 10,000 രൂപ കൊണ്ട് മറ്റെന്തെങ്കിലും ആവശ്യം വരും. ആ ഒരു ഹാബിറ്റ് ഇല്ലാതാവുകയും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ബ്രേക്ക് ആവുകയും ചെയ്യും. നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ പലരുടെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതായിരിക്കും. എനിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പലപ്പോഴും. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാരണവശാലും ഈ SIPകൾ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കാറില്ല എന്നുള്ളതാണ്. ഇങ്ങനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ മാർക്കറ്റിലേക്ക് കിട്ടുന്ന ആ ഒരു ലോങ് ടേം ബെനിഫിറ്റ് അല്ലെങ്കിൽ ആ ഒരു കോമ്പൗണ്ടിങ്ങിന്റെ ബെനിഫിറ്റ് നമുക്ക് മിസ്സാവും. നമ്മളെപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തിനാണ്, എത്ര കാലത്തേക്കാണ്, എത്ര രൂപയാണ്, ഓരോ വർഷം കൂടുമ്പോൾ എങ്ങനെയാണ് അത് വർദ്ധിപ്പിക്കുന്നത്, ഓരോ വർഷവും എന്തൊക്കെ നോക്കിയിട്ടാണ് നമ്മളിത് തുടരണോ വേണ്ടോ എന്നുള്ള തീരുമാനം എടുക്കുന്നതെല്ലാം നമ്മുടെ മനസ്സിൽ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനും പദ്ധതി ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു പ്ലാനും പദ്ധതി ഇല്ലാതെ ചുമ്മാ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ കൺസൾട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. നിങ്ങളുടെ പേഴ്സണൽ ഫിനാൻസ് അവസ്ഥയ്ക്കും നിങ്ങളുടെ ഗോളുകൾക്കും അനുസരിച്ച് ഒരു ഇൻവെസ്റ്റ്മെന്റ് പദ്ധതി തയ്യാറാക്കി തരുന്നതിനായിട്ട് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വാറൻ ബഫറ്റ് ഒക്കെ പറഞ്ഞിട്ടുള്ളത് പോലെ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമ ഇല്ലാത്ത ആളുടെ പൈസ ക്ഷമ ഉള്ള ആളുടെ പോക്കറ്റിലേക്ക് കൊണ്ടുപോകുന്ന പരിപാടിയാണ് എന്നുള്ളത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കുക. അതുകൊണ്ട് നമ്മൾ എന്തിനു വേണ്ടി നിക്ഷേപിക്കുന്നു എന്നുള്ള കൃത്യമായിട്ട് ബോധ്യം ഉണ്ടാവുക. അതിനായിട്ട് തുടർച്ചയായിട്ട് ചെറിയ രീതിയിലെങ്കിലും നിക്ഷേപിച്ച് മുന്നോട്ട് പോകുക. അതിനുള്ള ഏറ്റവും നല്ലൊരു മെത്തേഡാണ് മ്യൂച്വൽ ഫണ്ട് SIPകൾ. മ്യൂച്വൽ ഫണ്ടുകളുടെ SIPകളുടെ ഗുണങ്ങളും അത് എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയുള്ള 2 വീഡിയോകളാണ് നിങ്ങൾ കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം.